ഇനി ഒരു 3 ടേം പരിചയപ്പെടണം. 1. ക്രിസ്റ്റൽ ലാറ്റൈസ്. ആ നടുവിലെ ചിത്രം നോക്കുക. ഇതൊരു സോളിഡ് ക്രിസ്റ്റലിൻ്റെ ഷേപ്പാണ്, ജോമെട്രിക്കൽ ഷേപ്പാണ്, ക്യൂബിക്കാണ്. ഈ ക്യൂബിക് ആകണമെങ്കിൽ പാർട്ടിക്കിൾസ് 3 ഡയമെൻഷനലി അറേഞ്ച് ചെയ്യണം. ഇപ്പം ക്യൂബ് ആണെങ്കിൽ 8 കോർണറിൽ 8 പാർട്ടിക്കിൾ നിൽക്കണം. മാത്രമല്ല പാർട്ടിക്കിൾ മുഴുവനായിട്ടൊന്നും അവിടെ ആവശ്യം വരില്ല. ചിത്രം തന്നെ നോക്കുക. ഒരു 1/8 പാർട്ടേ ഒരു ക്യൂബിനകത്ത് വേണ്ടു, അത്ര സ്ഥലമേ വേണ്ടു. ബാക്കി തൊട്ടടുത്ത ക്യൂബിലേക്ക് കവിഞ്ഞു നിൽക്കും. ഇങ്ങനെ ക്രിസ്റ്റൽ രൂപപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ്. അപ്പോൾ പാർട്ടിക്കിൾ ഇരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിനെ ലാറ്റൈസ് പോയിന്റ് എന്ന് പറയും. അതിലെ സ്മാളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റൈസ് ഈസ് കാൾഡ് യൂണിറ്റ് സെൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിൽ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. ഇങ്ങനെ പല ക്യൂബുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ലാറ്റൈസ് ആയി. ലാറ്റൈസ് പോയിന്റുകളിനെ യോജിപ്പിച്ചാൽ ഒരു ജോമെട്രിയും കിട്ടി. അത് യോജിപ്പിക്കുക പറഞ്ഞാൽ ഒരു വരയൊന്നും ക്രിസ്റ്റലിലില്ല, അത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ തന്നെ ഷേപ്പ് ടെട്രാഗണലാവും. എങ്ങനെ? 8 എഡ്ജും ഒരേ ലെങ്ത് അല്ലാണ്ട് വരുമ്പോൾ ഏതെങ്കിലും 2 മാറ്റം വന്ന പോട്ടെ, അതൊക്കെ നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഒരു വേർഡ് പരിചയപ്പെടുക, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് ഉണ്ടാകുന്നത്, ഇന്ന ഷേപ്പ് ക്യൂബിക്, അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ടെട്രാഹെഡ്രൽ, അതൊരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഹെക്സഗണൽ, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതായത് അതിൻ്റെ കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾ ഉണ്ടാകും. ബോഡിൻ്റെ ഉള്ളിലോ ഫേസിലോ ഇടയിലോ ഒന്ന് വരിക, അത് വേറെ വെറൈറ്റി. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഓൺലി ഓൺ ദി കോർണർ പോർഷൻ. അത് 7 ടൈപ്പ് ഉണ്ട്. അതായത് ക്യൂബിക് ഷേപ്പ് ഉണ്ട്, ടെട്രാഹെഡ്രൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈഗണൽ, ട്രൈക്ലിനിക്. ഇതൊക്കെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. അതായത് ഇങ്ങനെയൊക്കെ ജോമെട്രിക്കൽ ഷേപ്പിലാണ് ക്രിസ്റ്റലുകൾ ഉണ്ടാവുക. ഇതൊരു 6 പാരാമീറ്ററിൻ്റെ ബേസിസിലാണ് ഇതൊക്കെ ഇങ്ങനെ വരിക. അതെന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ 6 പാരാമീറ്റേഴ്സ് പറഞ്ഞു. അതെങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഇതിനൊരു 8 എഡ്ജസ് ഉണ്ട്, അതിൽ പലതും ഈക്വൽ ലെങ്താണ്. അങ്ങനെ വരുമ്പോൾ 3 എഡ്ജ് ലെങ്ത് പറഞ്ഞാൽ 8നും ആയി. അതുപോലെ ആംഗിളുകൾ 3 ആംഗിൾ പറഞ്ഞാൽ മതി. എ ആൻഡ് ബി, എഡ്ജ് എ ബി, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളത് ഗാമ. ബീറ്റയ്ക്കും ബിക്കും സിക്കും ഇടയ്ക്കുള്ളത് ആൽഫ, എയ്ക്കും സിക്കും ഇടയ്ക്കുള്ളത് ബീറ്റ. സോ 3 എഡ്ജ് ലെങ്തസ് ആൻഡ് 3 ആംഗിൾ. ഇതിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ഓരോരോ ഷേപ്പ് ഉണ്ടാവുന്നു. എ ബി സി, ദാറ്റ് ഈസ് എഡ്ജ് ലെങ്ത്സ് ഒക്കെ ഈക്വൽ വന്നാൽ ക്യൂബിക്കോ ട്രൈഗണലോ ആവും. ക്യൂബിക്കിലാണെങ്കിൽ ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രി. ട്രൈഗണലാണെങ്കിലോ ആൽഫയും ബീറ്റയും ഈക്വൽ 90, ബട്ട് ഗാമ ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ക്രിസ്റ്റൽ ഷേപ്പുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. ആൽഫ, ബീറ്റ, ഗാമ 90 ഡിഗ്രി വരിക. എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് നോട്ട് ഈക്വൽ ടു സി. അതായത് എഡ്ജ് ലെങ്തിൽ 2 ഈക്വൽ, മൂന്നാമത്തത് ഈക്വൽ അല്ല.
ആ എഡ്ജ് ലെങ്തിൻ്റെ ബേസിസിൽ ടെട്രാഗണലും ഹെക്സാഗണലും രണ്ടിൻ്റെയും പ്രത്യേകത രണ്ട് എഡ്ജുകൾ ഈക്വൽ, മൂന്നാമത്തതല്ല. പക്ഷെ ആംഗിൾ ക്യൂബിക്കൊക്കെ പോലെ ആൽഫ ബീറ്റ ഗാമ 90 അത് ടെട്രാഹെഡ്രൽ. ഹെക്സഗണിലാകുമ്പോൾ ആൽഫ ബീറ്റ 90 ഗാമ 120 ഡിഗ്രി. എയും ബിയും സിയും ഒന്നും ഈക്വൽ അല്ല. അത് ഓർത്തോറോംബിക്കോ ട്രൈക്ലിനിക്കോ മോണോക്ലിനിക്കോ. ആംഗിൾ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. ആൽഫയും ബീറ്റയും ഗാമയും 90 അല്ല ട്രൈക്ലിനിക്ക്. മോണോക്ലിനിക്ക് ആൽഫയും ഗാമയും 90 ആണ്, പക്ഷെ ബീറ്റ അല്ല. ഇനി ഷേപ്പുകളിലെ ചിലതൊന്ന് കമ്പയർ ചെയ്യാം. ക്യൂബിന് എന്താ പ്രത്യേകത? ക്യൂബിക്ക് 90 ഡിഗ്രിയാണ് ആൽഫ ബീറ്റ ഗാമ. എഡ്ജ് ലെങ്ത് എ ബി സി ആർ ആൾ ഈക്വൽ. ടെട്രാഗണൽ എഡ്ജ് ലെങ്ത് എയും ബിയും ഈക്വൽ, പക്ഷെ സി അതിന് ഈക്വൽ അല്ല, പക്ഷെ 90 ഡിഗ്രികളാണ് ഒക്കെ. അപ്പൊ ഈ ടെട്രാഗണൽ ഷേപ്പ് എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ക്യൂബുകളിനെ ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഷേപ്പ്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, ടെട്രാഗണൽ formed by joining two separate cubes along their faces. ഇനി ഇതുപോലെ കമ്പയർ ചെയ്യാവുന്ന രണ്ട് ഷേപ്പാണ് ഓർത്തോറോംബിക് ആൻഡ് മോണോക്ലിനിക്. ഓർത്തോറോംബിക് പ്രത്യേകത അതിൻ്റെ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ 90. അതൊന്ന് ചരിച്ചു വിചാരിക്കുക, ഒന്ന് ലെഫ്റ്റ് ചരിച്ചു, അപ്പം ബീറ്റ വ്യത്യാസം വന്നു. അപ്പം ആൽഫയും ഗാമയും 90 ഡിഗ്രിയും ബീറ്റ 90 ഡിഗ്രി അല്ലാതെ ആവുകയും ചെയ്തു. അപ്പം റോംബിക് മോണോക്ലിനിക് റോംബിക് ആവാം. എങ്ങനെ? ബീറ്റ മാത്രം ആംഗിള് 90 അല്ലാണ്ടാക്കിയാൽ മതി. അപ്പം ടെട്രാഗണലിന് റിലേറ്റഡ് ടു ക്യൂബ്സ് ആൻഡ് ഓർത്തോറോംബിക് റിലേറ്റഡ് ടു മോണോക്ലിനിക്. പാർട്ടിക്കിൾ കോർണർ പൊസിഷനിലുള്ള ഒരു 7 ടൈപ്സ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ക്യൂബിക്, ടെട്രാഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈഗണൽ ആൻഡ് ട്രൈക്ലിനിക്. ഇതിലൊക്കെ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ കോർണറിൽ മാത്രം. ഇതിന്ന് ഒരു എക്സ്ട്രാ 7 വേരിയേഷൻസ് ഉണ്ട്. അതായത് സെൻറ്റേർഡ് പാർട്ടിക്കിൾസ് കൂടി ചേർത്തിട്ട് ഒരു 7 ടൈപ്പ് സെൻറ്റേർഡ് പാർട്ടിക്കിൾസ്. ബോഡി സെൻറ്റർ, ഫേസ് സെൻറ്റർ, 6 ഫേസ് ഉണ്ട് അതിലൊക്കെ. ദെൻ എൻഡ് സെൻറ്റേർഡ്, എൻഡിലെ ഓപ്പോസിറ്റ് എൻഡുകളുടെ സെൻറ്ററിൽ. ഇങ്ങനെ 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം പുറമെ സെൻറ്റേർഡ് ക്രിസ്റ്റൽ സിസ്റ്റവും ചേർത്ത് 14 പോസിബിൾ വേരിയേഷൻസ് ആണ് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ. ഇത് പറഞ്ഞത് ബ്രാവൈലാറ്റൈസസ് എന്ന് പറയും ഈ 14 ടൈപ്പിനെ. ഇപ്പം ക്യൂബിക്ക് ഒരു പ്രിമിറ്റീവ്, ഒരു ബോഡി സെൻറ്റർ, ഒരു ടൈപ്പ് ഫേസ് സെൻറ്റർ, അങ്ങനെ 3 ടൈപ്പ് വേരിയേഷൻസ്. ടെട്രാഗണൽ ഒരു പ്രിമിറ്റീവ്, ഒരു ബോഡി സെൻറ്റർ, അങ്ങനെ 2. ഹെക്സഗണനായാലും ട്രൈഗണലായാലും ട്രൈക്ലിനിക് ആയാലും പ്രിമിറ്റീവ് മാത്രം. ഓർത്തോറോംബിക്കിൽ 4 വേരിയേഷൻസ്: primitive, body centered, face centered and end centered. Monoclinical, primitive, end centered. അങ്ങനെ 2. ടോട്ടൽ 14 പോസിബിൾ ബ്രാവൈലാറ്റൈസസ്. ഇപ്പോൾ ക്യൂബിക് സെല്ലിൽ
നമ്മൾ 3 വേരിയേഷനാണ് പഠിച്ചത്. പ്രിമിറ്റീവും ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കും. അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും ഓരോ ഷേപ്പിലും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അത് പല ചോദ്യ പേപ്പറിലും ഉണ്ട്. എന്തതിൻ്റെ അർത്ഥം? ആ ഒരു വോള്യത്തിൽ തന്നെ എത്ര സ്പേസിനെ എത്ര പാർട്ടിക്കിൾസിനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് കണക്ക്. ഇപ്പം പ്രിമിറ്റീവ് ആണ് വിചാരിക്കുക. അതിൻ്റെ 8 കോർണേഴ്സിൽ ഓരോന്നിലും 1/8 ഒരു സ്ഫിയറിൻ്റെ 1/8 പാർട്ടാണ് അതിനകത്തുണ്ടാവുള്ളൂ. ബാക്കി അടുത്ത യൂണിറ്റ് സെല്ലിൽ. അപ്പോൾ 8 കോർണേഴ്സിലെ 1/8 ഓഫ് എ പാർട്ടിക്കിൾ ഈച്ച്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1/8 into 8 is equal to 1. അപ്പോൾ പ്രിമിറ്റീവിൽ ടോട്ടൽ ഒരു പാർട്ടിക്കിളിന് ഈക്വലായ കപ്പാസിറ്റി. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഇൻ BCC 8 കോർണേഴ്സ്. അതില്ലാണ്ട് പ്രിമിറ്റീവ് അതില്ലാത്ത ഏതുമില്ല. 8 കോർണേഴ്സിൽ 1 നേരത്തെ കണക്കാക്കിയ പോലെ. ബോഡി സെന്റർ ഫുള്ളായിട്ടിരിക്കും, അപ്പോൾ 1. ടോട്ടൽ 2 പാർട്ടിക്കിൾ. ഫേസ് സെന്റേർഡ് ആണ് വിചാരിക്കുക. അപ്പോൾ 8 കോർണേഴ്സിലും കൂടി 1, 6 ഫേസ് ഉണ്ട്. അതിൽ ഹാഫ് സ്പേസേ ഉള്ളൂ. ഹാഫ് ഇവിടെ, ഹാഫ് അപ്പുറത്ത്. അപ്പോൾ അറ്റ് 6 ഫേസസ് ഹാഫ് ഈച്ച്, ടോട്ടൽ 3. അപ്പോൾ ടോട്ടൽ പാർട്ടിക്കിൾസ് 4. അപ്പോൾ കൂടുതൽ ഒരു സ്പേസിൽ തന്നെ കൂടുതൽ മെറ്റീരിയൽ, ദാറ്റ് ഈസ് പാർട്ടിക്കിൾസ് ഉൾക്കൊള്ളാവുന്ന ഒരു ഷേപ്പാണ് FCC. കാരണം വൈഡ്, അതായത് ഒഴിഞ്ഞ സ്ഥലം അതിൽ കുറയും. ഒഴിഞ്ഞ സ്ഥലം ധാരാളം ഉണ്ട് ഏതിൽ? പ്രിമിറ്റീവിൽ. കാരണം ആകെ ആ ഒരൊറ്റ വലിപ്പത്തിൽ തന്നെ ഒരു പാർട്ടിക്കിളിന് ഈക്വലായ സ്പേസ് ഉപയോഗിച്ചിട്ടുള്ളൂ. BCCയിൽ 2 പാർട്ടിക്കിളിന് ഈക്വലായ സ്പേസ് ഉപയോഗിച്ചു. FCCയിൽ 4 പാർട്ടിക്കിൾസിന് ഈക്വലായ ഒരു സ്പേസ് ഉപയോഗിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ വരാറുള്ളത് ക്യൂബിക് സെല്ലിൻ്റെ വേരിയേഷൻസ് ഏതൊക്കെയാണ്, അതിൽ ഓരോന്നിലും എത്ര പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോർ യൂണിറ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിക്കാം. The 14 possible space lattices corresponding to 7 different crystal systems are called pairwise. Explain different types of centered unit cells of space lattices of crystalline solid. Crystalline solids in the centered unit cells എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്, എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡ് മീൻസ് ആ ബേസിസിൽ വരുന്നത്. അപ്പോൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എ പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻ അഡീഷൻ ടു കോർണേഴ്സ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, particles are present at the center of each face in addition to corners. End-centered unit cell, particles are present at the center of any 2 opposite faces in addition to corners. അപ്പോൾ നമ്മൾ ആ ചിത്രം പറഞ്ഞ് പഠിക്കുമ്പോൾ ബേസിലാണ് കണ്ടു പഠിച്ചത്. ഓക്കെ, what is the question? Again, explain different types of centered unit cells of space lattices of crystalline solids. Then calculate the number of particles present in 1. BCC arrangement of atoms, 2. FCC arrangements of atoms. Then write the unit cell dimensions of the following crystal system. Orthorhombic ആൽഫ ബീറ്റ അങ്ങനെ ഡയമെൻഷൻസ് പറയാനറിയണം. ട്രൈക്ലിനിക്കിൽ എങ്ങനെ, അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക.